ഓരോ തവണ ആകാശം കറുക്കുമ്പോഴും ചെറുവത്തൂർ നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിക്ക് സമീപത്തെ വിനീതയുടെയും കുടുംബത്തിന്റെയും നെഞ്ചിടിപ്പ് ഏറുകയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് കുളങ്ങാട്ടുമലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് ഇവരുടെ കൺമുന്നിലാണ്. ഇനിയൊരു കുന്നിടിച്ചിലുണ്ടായാൽ തങ്ങൾ ബാക്കിയുണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഈ നിർധന കുടുംബം ഇപ്പോൾ ദിവസങ്ങൾ തള്ളിനീക്കുന്നത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. കുളങ്ങാട്ടുമലയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായ വലിയ വിള്ളലിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും മരങ്ങളുമെല്ലാം വിനീതയുടേതുൾപ്പെടെയുള്ള വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചത്. ഇനിയും ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന രീതിയിൽ മലയുടെ ഒരു വലിയ ഭാഗം വിണ്ടുപിളർന്ന് കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽ മഴയിൽ വലിയ തോതിലാണ് ഇവിടേക്ക് ചെളിവെള്ളം ഇരച്ചെത്തിയത്. മഴ ശക്തമാകുമ്പോൾ വീടിനുള്ളിൽ ഇരിക്കാൻ ഭയന്ന് കുന്നിനു മുകളിലെ ചലനങ്ങൾ നിരീക്ഷിച്ച് വീടിന് പുറത്താണ് ഇവർ കഴിയുന്നത്. മലയിലെ ശക്തമായ നീരുറവ ഒഴുകിപ്പോകേണ്ടിയിരുന്ന ഓവുചാൽ പൂർണ്ണമായും മണ്ണുമൂടി അടഞ്ഞ നിലയിലാണ്. കനത്ത മഴ പെയ്താൽ മലവെള്ളപ്പാച്ചിൽ ഏത് ദിശയിലേക്ക് ഒഴുകുമെന്നോ എന്ത് നാശം വിതയ്ക്കുമെന്നോ പ്രവചിക്കാനാകില്ല. അപകടാവസ്ഥയിലുള്ള കുന്നിൻ്റെ ഭാഗം ഇടിച്ചു നിരത്തി സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായി വിനീത അധികൃതരെ നിരന്തരം സമീപിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു ദുരന്തമുണ്ടായ ശേഷം മാത്രം ഓടിയെത്താനാണോ അധികൃതരുടെ കാത്തിരിപ്പെന്ന് ഇവർ സങ്കടത്തോടെ ചോദിക്കുന്നു. ഇപ്പം ഇതൊരു ഇടിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാ അധികാരികളെല്ലാം ഇത് കാത്തിരിക്കുന്നു എന്നറിയില്ല. നമ്മളെ ജീവൻ പോയി കഴിഞ്ഞാലേ ഇവരെല്ലാം നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ലൊരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത്. നമ്മൾ 5 ആളെ ജീവനും ഒരു വിലയും ഇല്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്ത് സംഭവിക്കുക, ഇതിനപ്പുറം നമ്മൾ ജീവിക്കൂല എന്ന് ഭയങ്കര വിശ്വാസമുണ്ട്. അത്ര പേടിച്ചുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. മക്കൾ ഇവിടുന്ന് നമുക്ക് പോവാം, എവിടെയെങ്കിലും പോവാം, വാടകയ്ക്ക് പോവാമെന്ന് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതി നമുക്കിപ്പോൾ ഇല്ല. പേടിച്ചുകൊണ്ടാണ് ഇവിടെ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ 2 മഴ പെയ്തിരുന്നതിന് ചളിയായിട്ട് പുറത്തിറങ്ങാല്ല. അടുക്കള ഭാഗമെല്ലാം പൂട്ടിയിട്ടിട്ടായില്ല. പ്രായമില്ല അമ്മയാണ്. അമ്മ 2-3 പ്രാവശ്യം സ്ലിപ്പായിട്ട് വീഴാൻ പോയി. ഇപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നുള്ളൊരു എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നു. ഈ വിള്ളലൊന്ന് തട്ടി തൽക്കാലത്തേക്ക് ഒന്ന് തട്ടി നീക്കി തന്നാൽ വലിയ ഉപകാരമായിരുന്നു. എന്നാൽ പിന്നെ അതിൽ വെള്ളം ഇറങ്ങിയിട്ട് മൊത്തമായിട്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. ബാക്കി ഡ്രെയിനേജെല്ലാം ഇനി ഒരു തട്ടുപോലെ ആക്കി തന്നിട്ട് അന്ന് അങ്ങനെയല്ല പറഞ്ഞത്, ഒരു സേഫ്റ്റി വാളെല്ലാം ആക്കിത്തരാമെന്ന്. തൽക്കാലം ഇപ്പോൾ അതൊന്ന് തട്ടി നീക്കി തന്നിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടുമായിരുന്നു. ഇതിപ്പോൾ നമുക്കൊരു ഭയങ്കര ടെൻഷൻ, ഒരു സമാധാനവും ഇല്ല. ഈ വീട്ടിൽ നിൽക്കാനേ തോന്നുന്നില്ല. എവിടെ പോകേണ്ടതെന്നും മനസ്സിലാവുന്നില്ല. വിനീതയുടെ കുടുംബത്തിനു പുറമെ തൊട്ടടുത്തുള്ള അംബേദ്കർ ഉന്നതിയിലെ 30ഓളം കുടുംബങ്ങളും ഈ കടുത്ത മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് കഴിയുന്നത്. വരാനിരിക്കുന്ന കാലവർഷത്തിന് മുമ്പെങ്കിലും അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും തയ്യാറാകണമെന്നതാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.